ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു തിക്ക് ക്രീമി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. സൂപ്പറാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കൻ തൈയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് അങ്ങോട്ട് കളഞ്ഞ് നമുക്ക് മാറ്റി വെച്ച് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകി അതിൽ വെള്ളമെല്ലാം ഒന്നുകൊണ്ട് തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് വരഞ്ഞെടുക്കാം. അപ്പോൾ മസാലയ്ക്കൊന്ന് പെട്ടെന്ന് പിടിക്കുകയും ചെയ്തോളൂ, നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ അതെല്ലാം വരഞ്ഞ് വെച്ചതിന് ശേഷം ഞാനൊരു 2 സ്പൂണ് നാൻഡോസിൻ്റെ പെരി പെരി സോസ് ചേർക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് മാത്രം, പിന്നെ സോസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ബാക്കി കൊടുത്തേക്കുന്ന മസാലകൾ മാത്രം മതി. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഉപ്പും ആവശ്യത്തിനും കൂടി ചേർത്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് തിരുമ്മി വയ്ക്കാം കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേ. 1/2 മണിക്കൂർ കൊണ്ടായി കിട്ടുകയും ചെയ്യും. അപ്പം എണ്ണയൊന്നും ചേർക്കുകയും വേണ്ടല്ലോ. അപ്പോൾ ഒരു 1/2 മണിക്കൂറോടെ ഒന്ന് ഫ്രൈ ആവും. അതുപോലെ തന്നെ ഞാനൊരു 3 ഇടത്തരം പൊട്ടറ്റോയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എയർ ഫ്രയറിൽ തന്നെ ഒരു കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ജസ്റ്റ് ഉപ്പൊന്ന് വിതറി കൊടുത്ത് ആ പൊട്ടറ്റോ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പം ഒരു 1/2 മണിക്കൂർ കൊണ്ട് പൊട്ടറ്റോ റോസ്റ്റ് ആവും. പിന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ആയി കിട്ടും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള അത്യാവശ്യമായിട്ട് മസാല ഒന്ന് റെഡിയാക്കാം. ചിക്കനൊക്കെ അവിടെ വെന്തോട്ടെ. മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ അങ്ങോട്ട് ചതച്ചെടുക്കാം കേട്ടോ. അതിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അത് ചതച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ്, നല്ല തണുപ്പുമാണ്. അപ്പം വെളിച്ചെണ്ണ ചേർത്തു. എന്നിട്ട് ഒന്ന് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ചതച്ച് വെച്ചേക്കുന്ന മസാല അങ്ങോട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങോട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഞാനൊരു 4-5 പച്ചമുളക് കൂടെ ചേർക്കണം കേട്ടോ. ഇത് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിന് ചേർത്ത്, ഓരോരുത്തർ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് ചോപ്ഡ് ടൊമാറ്റോ ചേർക്കാണ്. ചോപ്ഡ് ടൊമാറ്റോ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു അത്യാവശ്യം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചേർക്കുന്ന മസാല ഉണ്ടെങ്കിലും പിന്നെ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ എരിവ് വേണം. അതിനായിട്ടാണ് ഞാൻ ഇതെല്ലാം ചേർത്തത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒരുപാട് വേറെ ചേർക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അങ്ങോട്ട് വഴന്നതിന് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഈ മസാല ഒന്നുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ആ മസാല വഴന്നോട്ടെ. മസാല വഴന്ന് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ആ എണ്ണയൊന്ന് തെളിഞ്ഞ് കഴിയുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നോക്കിക്കേ, നന്നായിട്ട് മസാല വെന്തിട്ടുണ്ട്. അപ്പം കറിവേപ്പിലോട് ചേർത്ത് അങ്ങോട്ട് ഇളക്കാം കേട്ടോ. അതിലോട്ട് ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ചിക്കനും പൊട്ടറ്റോ ആക്കുന്നത്. പക്ഷെ എന്നാലും ഇത് കുറച്ചും കൂടെ ഉപ്പ് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് 1 കപ്പ് പുളി കുറവുള്ള തൈരങ്ങ് ചേർക്കണം. നല്ല കട്ടി തൈരങ്ങ് ചേർക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ തൈരും കൂടി ചേർത്ത് ഈ മസാല നന്നായിട്ട് നമ്മൾ വഴറ്റിക്കോ. തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങോട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കനെല്ലാം ഓരോന്നങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ചിക്കനെല്ലാം ചേർത്തു. അതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ ഈ ചിക്കനും പൊട്ടറ്റോ കൂടി നന്നായിട്ടൊന്ന് മുങ്ങിക്കിടന്നോളിട്ട് നല്ല ഒതുക്കി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തോളൂ കേട്ടോ. ഒരു 15 മിനിറ്റും കൂടെ നന്നായിട്ട് മിക്സായി ഒരു 15 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കാൻ നമുക്ക് നോക്കിക്കൊന്ന് അങ്ങ് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ആയി. ഇത് തുറന്ന് നോക്കി കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. വെള്ളമൊന്നും തീരെയില്ല, നല്ല തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണോ. അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുപാട് 45 മിനിറ്റ് മതി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അങ്ങോട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് പിന്നെയും കാണാം. Thank you for watching and thank you for your support. Thank you. Bye for now.